ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പിന് 3 പാർട്സാണുള്ളത്. ഫോർ ലൂപ്പ് എന്ന് പറയുന്നതും ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ലൂപ്പ് ബേസിസിൽ ചെയ്യുന്നൊരു സംഭവമാണ്. സോ ഫോർ ലൂപ്പിനകത്ത് നമുക്കൊരു സെറ്റ് ഓഫ് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. അതായത് അഗൈൻ അതിന് 3 സെക്ഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇനീഷ്യേഷന് വേണ്ടിയിട്ടുള്ള സാധനമാണ്, ഇനീഷ്യലൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള വേരിയബിൾസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കണ്ടീഷണലാണ്. അപ്പം ആ ഒരു കണ്ടീഷൻ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ തേർഡ് എക്സ്പ്രഷനിലോട്ട് പോകും. അത് ബേസിക്കലി മോഡിഫയർ ആണ്, അത് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യും. ഇപ്പം അതിനെ ഞാൻ വെച്ച് ഒരു പ്രോബ്ലം പറയും, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പം ഇവിടെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം ഇവിടെ എന്തൊക്കെയാണ് എനിക്ക് കണ്ടുപിടിക്കണം? എനിക്ക് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്, n വരെയുള്ള എല്ലാ നമ്പേഴ്സിനെയും എനിക്കിവിടെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്? n എന്താണെന്നുള്ളത് ഞാൻ യൂസറിൽ നിന്നും ഇൻപുട്ട് എടുത്തു. അത് എല്ലായിടത്തും സെയിം ആണ്, അപ്പം നിങ്ങളത് ശ്രദ്ധിക്കും. എൻ്റെ ഫോർ ലൂപ്പ് ഞാൻ എടുത്തു. ഫോർ ലൂപ്പിനകത്ത് 3 സെക്ഷൻസ് ഉണ്ട്. ആ 3 സെക്ഷനെയും സെപ്പറേറ്റ് ചെയ്യുന്നതൊരു സെമി കോളനാണ്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം എന്താണ് ചെയ്യുന്നത്? ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് വൺ, ഞാനൊരു വേരിയബിൾ ഇൻറ്റ് ഐ എടുക്കുവാണ്. ഐ ഈസ് ഈക്വൽ ടു 1. എന്തുകൊണ്ടാണ് 1? നാച്ചുറൽ നമ്പേഴ്സാണ്. ഹോൾ നമ്പേഴ്സിനെ 0 വരത്തുള്ളൂ. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് ബിഗിൻ ചെയ്യുന്നത് 1 വെച്ചിട്ടാണ്. പിന്നെ 1 എന്താണ്? ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. എന്തുകൊണ്ടാണ്? കാരണം എനിക്കിവിടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് 1 i പ്ലസ് പ്ലസ്. ഇനി ഇതിൽ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ പറയാം. ഓക്കെ, സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. ഞാൻ ആദ്യത്തെ ഇപ്പം എൻ്റെ n എന്ന് പറയുന്നത് 5 വിചാരിക്കാം. ഫസ്റ്റ് n നമ്പേഴ്സ്, മൈ n ഇസ് ഈക്വൽ ടു 5 എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? 1 + 2 + 3 + 4 + 5 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യമേ ഞാൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഐ വേരിയബിളിന് ഞാൻ എൻ്റെ സീരീസിലെ ഫസ്റ്റ് ഞാൻ അസൈൻ ചെയ്തു 1. ഓക്കെ, എന്നിട്ട് ഇപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എന്താണ് വരുന്നത്? ഇവരിവിടെ ചെക്ക് ചെയ്യും, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ? അതെ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. ദെൻ i പ്ലസ് പ്ലസ്, അതൊരു ഐട്രേഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം ആദ്യം എന്താണ്? സം ഇസ് ഈക്വൽ ടു 0 ആണ് സമ്മ്. അപ്പം 0 + i. അപ്പം എൻ്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇത് പിന്നെ ഞാൻ വന്നു, പിന്നെ ചെക്ക് ചെയ്യുവാണ്. അടുത്തത് എന്താണ്? ഐ പ്ലസ് പ്ലസ് ചെയ്തു 2. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുവാണ്, ഐ ലെസ് ദാൻ n ആണോ? അതെ, ഐ ലെസ് ദാൻ 5 ആണ്. അപ്പം ഞാൻ എൻ്റെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. സം ഇസ് ഈക്വൽ ടു സം ഓൾറെഡി 1 ആണ്, +2 3 വരും. എഗെയിൻ ഇവിടെ പോവാണ്. അപ്പം എഗെയിൻ ഐ പ്ലസ് പ്ലസ് ഐ 3 ആവും. ഐ കഴിഞ്ഞ ശനി കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, യെസ്. അപ്പം ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത്രയും ഇങ്ങനെ ആയല്ലോ. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ് ടു 5 വരെ പോകും. അങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ഫോർ ലൂപ്പിനകത്ത് നമുക്ക് 3 സെക്ഷൻസ് ആണുള്ളത്. ആദ്യത്തേത് ഇനീഷ്യലൈസേഷന്, രണ്ടാമത്തേത് നമുക്ക് വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സംഭവം ചെക്ക് ചെയ്യുന്നത്, കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നത്, മൂന്നാമത്തേത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ ലൂപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫോർ ലൂപ്പിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡിങ് ദ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന പരിപാടി. അപ്പം അത് എഗെയിൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് എ ഫാക്ടോറിയൽ? ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷനാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3ൻ്റെ ഫാക്ടോറിയൽ എന്താണെന്ന് വെച്ചാൽ 3 ഇൻറ്റു 3യുടെ തൊട്ട് താഴെ 2 ഇൻറ്റു 1 ആണ് നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ 1 2 3 അങ്ങനെ നമുക്ക് പറയാം. അതാണ് ലോജിക്ക്. ഇനി ഈ ലോജിക്കിനെ ഞാൻ എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യും? നമുക്കൊരു ഫോർ ലൂപ്പ് എഴുതാം. ഫോർ ലൂപ്പ് എഴുതുമ്പോഴത്തേനും എൻ്റെ ഫാക്ടോറിയലിൻ്റെ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഏതാണ്? 1 ആണ് അല്ലേ? നമ്മൾ നേരത്തെ 1 + 1 + 2 + 3 ചെയ്ത പോലെ 1 × 2 × 3 ഇൻറ്റ് ഐ ഇസ് ഈക്വൽ ടു 1. അതായത് എൻ്റെ 1 വെച്ച് തുടങ്ങുന്നു. ഈ ഐയുടെ ലിമിറ്റ് 3 വരെ വരാം. അതായത് എൻ്റെ n, ഇവിടുന്ന് തരുന്ന n വരെ എനിക്ക് ലിമിറ്റ് വരാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആൻഡ് ഐ പ്ലസ് പ്ലസ്. അത് ഇൻക്രിമെൻറ്റിങ് ഓപ്പറേഷനാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഫാക്റ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു സാധനം ചെയ്യുവാണ്, ഫാക്ടോറിയൽ ഇൻറ്റു ഐ ആൻഡ് ഐ എം ക്ലോസിങ് ഇറ്റ്. ഇനി എന്താണ് നമുക്ക് നടക്കുന്നത് നോക്കാം. നമ്മൾ യൂസറിൽ നിന്നും ഇൻപുട്ട് റീഡ് ചെയ്തു. യൂസറിൻ്റെ ഇൻപുട്ട് n ഇസ് ഈക്വൽ ടു 3 ആണെന്ന് കൊടുത്തു. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത് എന്താണ് ചെയ്യുന്നത്? ഫാക്റ്റ് ഇസ് ഈക്വൽ ടു ഫാക്റ്റ് ഇൻറ്റു ഐ. ഫാക്റ്റ്
ഞാൻ 1 ആക്കി എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഫാക്ട് 0 ആക്കി എടുക്കാത്തതെന്ന്. ഫാക്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ again 0 വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫാക്ടർ 1 എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ഇനീഷ്യലൈസ് ചെയ്തേക്കുന്നത്. യൂഷ്വലി വേരിയബിൾസ് യൂസ് ചെയ്യുന്നതെല്ലാം ഇനീഷ്യലൈസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അൺടിൽ ആൻഡ് അൺലെസ് ഇറ്റ്സ് നോട്ട് ഫ്രം എ യൂസർ. ഫാക്ട് നമുക്ക് 1 ആണ്. അപ്പോൾ 1 × 1 1 കിട്ടി. ഇങ്ങോട്ട് പോയി ഐനെ ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ഇൻക്രിമെൻറ്റിങ് ആണ്. ഐ ഞാൻ 2 ആക്കി. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത 2 ആക്കി. 2 ആക്കി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. 2 × 1 is 2. അടുത്ത വീണ്ടും പോയി ഇൻക്രിമെൻറ്റ് ചെയ്തു 3 ആക്കി. 3 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പം n is equal to 3, i is equal to 3. again 3 × 2 6 വരും. പിന്നെയും പോവും. ഐ പ്ലസ് പ്ലസ് എന്താണ് 4 ആണ് അല്ലേ. അടുത്ത ഐയുടെ വാല്യൂ 4 ആവും. അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ? അല്ല. 4 is not less than or equal to 3. So I am stopping this and I'll go. I will print my factorial is fact. അങ്ങനെയാണ് നമ്മൾ ഫാക്ടോറിയൽ ചെയ്യുന്നത്. ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം എഴുതി നോക്കാനേലും ശ്രമിക്കുക. അല്ലെങ്കിൽ കമ്പൈലറിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൺലൈൻ കമ്പൈലേഴ്സ് കിട്ടും, അത് ചെയ്ത് നോക്കാനായിട്ടേലും ശ്രമിക്കാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഡു വൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റിനെയും വൈൽ സ്റ്റേറ്റ്മെൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഡൂവിൻ്റെ അകത്തുള്ള സാധനം കഴിഞ്ഞിട്ടേ നമ്മൾ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പം വൈലിനകത്തുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും നമ്മൾ ആ ഡു ലൂപ്പിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്ത കുറേ മീംസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ആദ്യമേ എന്താണ് ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് യൂസിങ് ഡു വൈൽ. സോ n നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ സമ്മേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇത്രയുള്ള ആ ഫോർ ലൂപ്പ് ചെയ്തതിന് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു എടുത്തിട്ട് നമ്മൾ ആദ്യമേ ഫസ്റ്റ് നമ്പർ i1ൻ്റെ ഞാൻ സം എടുത്തു, ഐന് ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യുവാണ്. അപ്പം ഇപ്പം എൻ്റെ സം എന്ന് പറയുന്നത് 1 ആണേ. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെന്ന് ചോദിക്കും. എൻ്റെ ഇൻക്രിമെൻറ്റിങ് കഴിഞ്ഞിട്ട് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെന്നുണ്ടെങ്കിൽ അടുത്ത് വീണ്ടും ഡു എഗെയിൻ വൈൽ എന്നും പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ ആൻഡ് അൺലെസ് മൈ n is reached. നിങ്ങളത് ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ചോയ്സാണ് ഡു വൈൽ യൂസ് ചെയ്ത് ചെയ്യണോ ഫോർ യൂസ് ചെയ്ത് ചെയ്യണമെന്ന്. വേറൊരു രീതിയും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പ്രിൻറ്റ് എഫ് യു ആർ ഓസം, ഓക്കെ, എന്നിട്ട് ഞാൻ വൈൽ ഐ ഗ്രേറ്റർ ദാൻ 0, ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഞാൻ പറയാം, ഇവിടെ ഞാൻ ഐ ഈസ് ഈക്വൽ ടു 0 കൊടുത്തു, പ്രിൻ്റ് ഓഫ് യു ആർ ഓസം. അപ്പോൾ യു ആർ ഓസം പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞേച്ച് ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേന് എന്താണ് ഐ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യേണ്ടതുള്ളൂ. അപ്പം ഇതിങ്ങോട്ട് പോവത്തില്ല. കണ്ടീഷൻ ഇസ് ഫോൾസ്, ഇറ്റ് വിൽ മൂവ് ഡൗൺ. അപ്പോൾ എന്താണ് നമ്മളൊരു വൈൽ യൂസ് ചെയ്യുമ്പോഴത്തേനും കണ്ടീഷൻ ചെക്ക് ചെയ്ത് താഴോട്ട് എഴുതത്തുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഡു വെച്ച് കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ താഴോട്ട് ചെക്ക് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ വൈൽ ആൻഡ് ഡു വൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വൈലിനകത്ത് നമ്മൾ ആദ്യമേ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് എക്സിക്യൂഷൻസ് നടക്കുന്നത്. ഡു വൈലിനകത്ത് ഫസ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 0 ടൈംസ് ആയിരിക്കും. നമ്മൾ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ 0 ടൈംസ് ആയിരിക്കും ഇതിൻ്റെ എക്സിക്യൂഷൻ വരുന്നത്. എന്നാൽ ഡു വൈലിൻ്റെ കേസിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നല്ലേ. പിന്നെ വൈൽ കഴിഞ്ഞ് നമ്മൾ സെമി കോളൻ എഴുതത്തില്ല വൈൽ ലൂപ്പിൽ. എന്നാൽ ഡു വൈൽ കഴിഞ്ഞ് നമ്മളിവിടെ സെമി കോളൻ ഇടും. ഓക്കെ, അപ്പം അത് ശ്രദ്ധിച്ചോണം നിങ്ങൾ. പൊതുവേ കുട്ടികൾ ഡു വൈൽ കഴിഞ്ഞിട്ടുള്ള സെമി കോളൻ മാർക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. വയലിന് ബ്രാക്കറ്റ്സ് യൂഷ്വലി റിക്വയർഡ് അല്ല, പക്ഷേ നമ്മൾ എഴുതുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഡു വൈലിന് ബ്രാക്കറ്റ്സ് റിക്വയർഡ് ആണ്. പിന്നെ വൈലൊരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രീനെയാണ് നമ്മളവിടെ ചെയ്യുന്നത്. കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. എന്നാൽ ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ എന്താണ് ആ ഒരു കണ്ടീഷൻ ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് എക്സിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എൻട്രി കൺട്രോൾ, എക്സിറ്റ് കൺട്രോൾ. എന്നിട്ട് അതിന് നമുക്ക് സിൻടാക്സും ഒരു എക്സാമ്പിളുമാണ് താഴോട്ട് കൊടുത്തേക്കുന്നത്.